ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിംസ് ജെറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ ഇന്നൊരു പക്ഷേ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് മലൈക്കോട്ടെ വാലിബൻ. ഏറ്റവും കൂടുതൽ വലിയ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നതും ഈ ലാലേട്ടന്റെ വലിയൊരു കംബാക്കിനെ കുറിച്ചാണ്. നേര് എന്ന് പറഞ്ഞ സിനിമയുടെ വിജയത്തിന് ശേഷമാണെങ്കിൽ എസ്പെഷ്യലി ഈ മലൈക്കോട്ടെ വാലിബന്റെ ചർച്ചകൾ ഭയങ്കര വലുതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പ്രതീക്ഷകൾ ട്രെയിലർ വന്ന് കുറച്ചും കൂടെ ഹെവി ആയിട്ടുണ്ടെങ്കിൽ പോലും അതിനുശേഷം വീണ്ടും ഈ LJP ആണ് എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ട്. എത്ര നമ്മൾ ഈ ലാലേട്ടന്റെ സിനിമയാണ് കംബാക്ക് ആണെന്നൊക്കെ പറയുമ്പോൾ LJP സിനിമയാണ്, അത് പുതിയ ട്രീറ്റ്മെന്റ് ആയിരിക്കും എന്നൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ പോലും എന്താണ് മലൈക്കോട്ട വാലിബൻ, ആരാണ് വാലിബൻ? ഈ ഒരു ചോദ്യം ഇപ്പോഴും ഡൗട്ട് ആയിട്ടിരിക്കുകയാണ്. കാരണം ട്രെയിലറിൽ പോലും അതിന്റെ യാതൊരു ഡീറ്റെയിലും പുള്ളിക്കാരൻ നമുക്ക് പുറത്ത് വിട്ടു തന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുറെ പേര് കമന്റ് ചെയ്യുകയും അതിനേക്കാൾ കൂടുതൽ ആളുകൾ പറയുകയും ചെയ്തൊരു കാര്യമാണ്, ഒരുപാട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, അതിലൊക്കെ പല കാര്യങ്ങളും പറയുന്നത് ഒന്ന് റിയാക്ട് ചെയ്യാമോ. അങ്ങനെ ഞാനിരുന്ന എല്ലാ ഇന്റർവ്യൂവും കേട്ടു. അതിൽ ഇമ്പോർട്ടൻ്റ് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. പ്രതീക്ഷ വെക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും പറയുന്ന കാര്യങ്ങളിൽ വാലിബന്റെ ഏകദേശം ഒരു റേഞ്ച് എന്തായിരിക്കും എന്ന് നമുക്ക് പിടികിട്ടും. സോ അതില് ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് നമ്മുടെ ഡയറക്ടർ LJP പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. റെഡി. നമ്മളൊരു കാലഘട്ടത്തിൽ, അതായത് 70s 80s എന്ന് പറയാവുന്ന ഒരു പീരീഡിൽ ഒരു സിനിമയുടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു സിനിമയുടെ ഒരു സ്വഭാവമുണ്ട്. അതിൻ്റെ വലിയ ലാൻഡ്സ്കേപ്പ്, വലിയ തരത്തിലുള്ള ഇൻസിഡൻസ്, സോങ്സ് എന്നൊക്കെ പറയുന്ന, നമ്മൾ ട്രൂലി ഒരു സിനിമയായിട്ട് അതിനെ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു സ്വഭാവമുള്ള ഒരു സിനിമ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിന് പുറകിലുണ്ടെന്ന് വിചാരിച്ചോളൂ. നമ്മളിപ്പോൾ പണ്ട് കാലത്ത് നമുക്ക് തിയേറ്ററിൽ പോയി മാത്രം കണ്ട് ശരിക്കും എൻജോയ് ചെയ്തിരുന്ന ആർപ്പിളിക്കുന്ന തരത്തിലുള്ളൊരു സ്വഭാവമുള്ള ഒരു സിനിമ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആണോ? അപ്പൊ ആ കാര്യത്തിൽ ഏകദേശം ഒരു ക്ലാരിറ്റി ഒന്നില്ലേ? കാരണം LJP ഡയറക്ടറിന്റെ വിഷൻ എന്താണ്? ഇത് പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന അത്രയും ഹെവി ആയിട്ടുള്ള ചില സിനിമകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ ആസ്വദിക്കാൻ പറ്റുള്ളൂ, മൊബൈലിൽ കണ്ടാൽ ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ലാലേട്ടൻ പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ പ്രൊഡ്യൂസർ പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ LJP തന്നെ അത് പറഞ്ഞപ്പോൾ ഒരു ക്ലാരിറ്റി പുള്ളിക്കാരൻ. എന്നാലും മാക്സിമം ചെറിയ കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചാ പറയുന്നത്, എന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ മെയിൻ സംഭവം. അപ്പോൾ അത്തരത്തിലൊരു മാസീവ് ആയിട്ടുള്ള കുറച്ച് മാസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവുന്ന ഉറപ്പാണ്. കാരണം തിയേറ്ററിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മ്യൂസിക്, BGM, നല്ല ഡയലോഗ് ഡെലിവറി, ഈ ഒരു മാസ് സീനുകൾ, രോമാഞ്ചം ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ, ഇതൊക്കെ വേണമല്ലോ. സോ അതൊക്കെ എന്തായാലും ഇതിൽ ഉണ്ടാവും എന്നുള്ളത് ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തരം ഇമോഷൻസ് ഇതിലുണ്ടെന്ന്. സോ അതിനൊരു ക്ലാരിറ്റി ആയിട്ടുണ്ട്. അപ്പൊ മലൈക്കോട്ടെ വാലിബൻ അവര് ഇത് ചെയ്തിട്ടുള്ളത് ഈ ഇത്തരത്തിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പ്രേക്ഷകന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഈ പ്രൊഡ്യൂസർ ഇതൊന്നും കൂടി ഊന്നി പറയുന്നുണ്ട്, അതും കൂടി കേട്ടിട്ട് അടുത്തേക്ക് പോവാം. തീർച്ചയായിട്ടും ഒരു പെർഫോമൻസ് ഓറിയന്റഡ് പടമാണ്. ഇപ്പം ആൾക്കാർ പല രീതിയിൽ ഇതിനെ വീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമീപിക്കുന്നത്. പക്ഷേ ഇതൊരു ലിജോ പടമാണ്. ഇതൊരു മോഹൻലാൽ എന്ന പ്രതിഭാസത്തിൻ്റെ എല്ലാ പെർഫോമൻസും കഴിവുകളും പ്രയോജനപ്പെടുത്തുന്ന ഒരു സംരംഭമാണ്. അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു കാര്യം തറപ്പിച്ച് പറയാൻ നോക്കും. ഇവിടെ ലിജോ പറഞ്ഞ പോലെ ഇതൊരു തിയേറ്ററിക്കൽ വാച്ചാണ്, സംശയമില്ലാതെ പറയാം. അത് തിയേറ്ററിക്കൽ, അത് മിസ്സാകുന്നവർ അവരുടെ ദൗർഭാഗ്യമാണ് എന്ന് മാത്രമേ എന്നെക്കുറിച്ചുള്ളൂ. മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണേണ്ടേ. ഇത്ര കോൺഫിഡൻസ് ആയിട്ടൊക്കെ ഇപ്പൊ ഇതിനു മുമ്പും പലരും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നടക്കുന്നില്ല. പക്ഷെ പുള്ളിക്കാരനൊക്കെ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്, നഷ്ടപ്പെട്ടാൽ തിയേറ്ററിൽ വെച്ച് നഷ്ടപ്പെട്ടുള്ളത് ഒരു നഷ്ടമാണ്, നിങ്ങൾക്കൊരു ദൗർഭാഗ്യമായിരിക്കും എന്നാ പറഞ്ഞത്. അപ്പൊ അത്രയായിട്ടും മസ്റ്റ് ആയിട്ടും തിയേറ്ററിൽ കണ്ടതാണെന്ന് ഊന്നി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെറുതെ ഒന്നും അങ്ങനെ പറയില്ലല്ലോ. കാരണം LJP മൂവി, LJP തീർച്ചയായിട്ടും പറയേണ്ടാത്ത കാര്യങ്ങൾ പറയേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. സോ ഇത് പറഞ്ഞാൽ കുഴപ്പമില്ല, അവർക്കതിൽ യാതൊരു കുഴപ്പമില്ല. ആ ഒരു ഹൈപ്പ് ആളുകൾ ഉണ്ടായിക്കോട്ടെ, ആ ധൈര്യം. സോ ഇനി ഹരീഷ് പേരടി പറഞ്ഞുള്ള ഒരു കാര്യം, ഇത് എൻ്റെ അടുത്ത് പ്രത്യേകം ആളുകൾ നോട്ട് ചെയ്ത് പറഞ്ഞാണ്. പുള്ളിക്കാരൻ പറയുന്നതിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലേ എന്നൊരു ഡൗട്ട്. ഇത് എക്സാക്ട് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ ഒരു ഡൗട്ട് പല ആളുകളും പറഞ്ഞു കേൾക്കുന്നതുകൊണ്ട് ഇത് കേൾപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞാണ്, പൊക്രാനിലെ കോട്ടയിലേക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിൽ റൂമൊക്കെ. അപ്പോൾ ആ റൂം പോലും ഈ ലിഫ്റ്റ് ഒന്നും ഇല്ല. ഈ പഴയ കാലത്തെ ഇടുങ്ങിയ സ്റ്റെപ്പുകളൊക്കെ ഉള്ള കുത്തനെയുള്ള കോണികൾ, 2 വാതിലുകൾ ശബ്ദത്തിൽ തുറക്കുന്ന വാതിലുകൾ, അതേ ഫ്ലോറിൽ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയ കുട്ടി അമ്പലം, അത് പൂജ ചെയ്യുന്നത് ഒരു സ്ത്രീ, രാവിലെ എണീക്കും മണിയടി ശബ്ദങ്ങൾ. അപ്പം പൂർണ്ണമായും നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഈ കാലത്ത് നിന്ന് അങ്ങോട്ട് മുക്തരാവുന്നില്ല. ഒരു പകുതി വരെ നമ്മളതിൽ തളച്ച് കെട്ടിയിട്ടുന്ന ഒരവസ്ഥ ഉണ്ട്.
അപ്പോൾ അതൊക്കെ ഇതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇത് ആ കാലം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്നൊക്കെ ഇടയ്ക്കൊരു ഫോണൊക്കെ വരുമ്പോൾ മറ്റൊരു കാലത്ത് സംസാരിക്കുന്ന പോലെ ആദ്യത്തെ 2 വരികളെങ്കിലും അങ്ങനെ തോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്കൊക്കെ ജോയിൻ ആവുന്നു. അപ്പോൾ അത്രയും രസകരമായി. അതായത് ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാലേ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു ഇതൊരു ഒരു എന്താ പറയാ ഒരു പീരിയഡിക്കലായിട്ട് ഇവര് പാസ്റ്റും പ്രസന്റും ഉണ്ടല്ലോ മറ്റേ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സംഭവത്തിന് എന്തോ പറയലൂടെ സൈഫയിലൊക്കെ നമ്മൾ കാണുന്ന അത് മറ്റൊരു കാലത്തിലേക്ക് നമ്മുടെ ലാലേട്ടന്റെ കഥാപാത്രം പോകുന്നതായിട്ട് അതായത് സ്റ്റിൽ പ്രസന്റിലുള്ളതും ഫ്യൂച്ചറിലുള്ളതും ഒരു ടൈം ട്രാവലർ അതാണ് കറക്റ്റ് പറയാൻ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ ടൈം ട്രാവലർ പോലൊരു സാധനമാണോ എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ പുള്ളിക്കാരൻ പറഞ്ഞു കേൾക്കുമ്പോഴും നല്ല അടിപൊളിയായിട്ട് നരേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ കുട്ടിയമ്പലം മറ്റേ മണിയുടെ ശബ്ദങ്ങൾ നമുക്ക് വിഷ്വൽ കിട്ടുന്നുണ്ട്. സോ അത്തരത്തിൽ ഒരു മറ്റൊരു കാലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു യാത്ര ഇതിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വാലിബൻ ഒരു നാടകക്കാരനാണ്, അറിയാലോ. ഒരു നാടകം അഭിനയിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ തന്നെ നാടകം അഭിനയിക്കുന്ന അതിൽ വാലിബൻ തന്നെ കഥാപാത്രം ചെയ്യുന്ന ആളാണ് നമ്മുടെ ലാലേട്ടൻ. പക്ഷെ അത് പെട്ടെന്ന് ഈ എന്ത് ചെയ്യുന്നു മറ്റൊരു കാലത്തിലേക്ക് അയാള് യാത്ര ചെയ്യാണ്, ഒരു ടൈം ട്രാവലർ പോലെ സംഭവിക്കുകയാണ് എന്നുള്ളൊരു സംഗതി പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഉറപ്പൊന്നും എവിടെയും പറയുന്നില്ല, ആരും പറഞ്ഞിട്ടില്ല, ഇവരും പറഞ്ഞിട്ടില്ല. ഋഷിവരുടെ അവിടുത്തെ ഒരു ഫീല് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം എയറിൽ ഉള്ളതുകൊണ്ട്, ഇങ്ങനെ റൂമർ എയറിൽ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ഇനി അതാണോ ഉദ്ദേശിച്ചത് എന്നൊരു ഡൗട്ട് അത് വന്നത് മാത്രമേ ഉള്ളൂ. ഇനി പറയുന്നത് ലാലേട്ടനെ കുറിച്ച് ടിനു പാപ്പച്ചൻ പറയുന്നത് പറയുമ്പോൾ ടിനുവിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഇൻട്രോയിൽ തിയേറ്റർ കുലുങ്ങും. പുള്ളിക്കാരൻ തിയേറ്ററിന് പുറത്തിരുന്നാണ് കാണാൻ പോകുന്നത്. കാരണം തിയേറ്റർ കുലുങ്ങും എന്നാണ് പറഞ്ഞത്. അത്ര വലിയ സംഭവം അത് കുറച്ച് പോളിഷ് ചെയ്ത് പറഞ്ഞായിരിക്കാം, പക്ഷെ എന്നാലും ആ ഇൻട്രോ ഭയങ്കര സംഭവമായിരിക്കും. അപ്പൊ ലാലേട്ടനെ കുറിച്ച് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഇൻട്രോനെ കുറിച്ചൊരു സർപ്രൈസിനെ കുറിച്ചും, പിന്നെ ലാലേട്ടൻ അഭിനയിച്ചപ്പോൾ അവർക്ക് ഉണ്ടായ ഒരു അത്ഭുതം, ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ളൊരു സംഭവം അതും കൂടെ ഉണ്ട്. എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. റെഡി. ഇതിൽ ഇൻട്രൊഡക്ഷൻ സീക്വൻസ് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സീനുണ്ട്. അപ്പൊ ആ സീനിൽ അതിന്റെ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ലിജോ ചേട്ടനെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ലല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു അതിനാടാ പുള്ളി 35 വർഷമായിട്ട് സൂപ്പർ സ്റ്റാർ ആയിട്ട്. ലാലേട്ടൻ തന്നെ ഞെട്ടിപ്പോയി, ഇതിപ്പോ സംഭവിച്ചു. പുള്ളി പൂൾ അടിച്ചാളൊന്നും അറിയില്ല, പക്ഷെ ലാലേട്ടൻ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. കാരണം പുള്ളിക്കാരൻ അങ്ങനെയാണല്ലോ. എത്രയോ സിനിമകളിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സീൻ. ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ ആ കള്ളു കുടിച്ചു വരുന്ന ആ ഒരു കോട്ടപ്പുറം, സാഗർ കോട്ടപ്പുറം, എന്റെ അമ്മോ ആ ഷോക്കടിക്കുന്ന സാധനത്തിൽ വീട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പെടക്കല്, അതൊന്നും അവർ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പൊ കമൽ അദ്ദേഹം ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നു പോകണം. അതുപോലെ ഇതിലും സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇൻട്രോസീനെ കുറിച്ച് കുറെ ആയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഇല്ലാത്തൊരു സാധനം, അവർ പ്രതീക്ഷിക്കാത്തൊരു സാധനം കുറച്ചുകൂടി കൂടുതൽ കയറ്റി പുള്ളിക്കാരൻ ചെയ്തു എന്നുള്ളതും ലാലേട്ടൻ ചെയ്തു എന്നുള്ളതും. പിന്നെ ഇൻട്രോസീനിൽ തിയേറ്റർ കുലുങ്ങുന്നാണ് പറയുന്നത്. കുലുങ്ങോ അതോ പൊളിയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. സോ അതൊരു കാര്യം. ഇനി ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, ടിനു പാപ്പച്ചൻ പറഞ്ഞിട്ടുള്ള. റെഡി. ഈ വാലിബനിലകത്ത് ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടെന്നറിയാം. പക്ഷെ എന്നാലും ബർത്ത് ഓഫ് വാലിബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി ഉണ്ടല്ലോ, ഈ വാലിബൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഇപ്പൊ പാട്ടിലൊക്കെ ലിറിക്സിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഇയാൾ എങ്ങനെ ബർത്ത് ഇയാൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. അതായിരിക്കും സിനിമയിലെ ഏറ്റവും വലിയ സർപ്രൈസുകളിലൊന്ന്. അത് ഒരു സർപ്രൈസ് എലമെന്റ് ആയിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വലിയ സർപ്രൈസുകൾ ഉണ്ട്. പിന്നെ ഞങ്ങൾ വിശ്വസിച്ചു. എനിക്ക് അറിഞ്ഞൂടെ എന്താ ലാലേട്ടൻ നൈസായിട്ടൊന്ന് ഒഴിവാക്കാൻ നോക്കി. പക്ഷെ ഇവര് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സർപ്രൈസ് ഉണ്ട്. ടിനുവിന്റെ വായന ഇറങ്ങിപ്പോയതാണ്. എന്താ അറിയോ, ആ സിനിമ കണ്ടിട്ടുള്ള ഒരു ടിനു പാപ്പച്ചന്റെ എന്റെ ഒരു തോന്നലേ, പുള്ളിക്കാരൻ ഈ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അത് കണ്ടതിന്റെ ഒരു അല്ലെങ്കിൽ ഷൂട്ട് കണ്ടപ്പോൾ ഉള്ള ഇതിൽ സർപ്രൈസ് ഉണ്ട് അറിഞ്ഞിട്ടുള്ള ഉള്ളിലുള്ള ഒരു ആരാധനയും ലാലേട്ടനുള്ള ഒരു ഇഷ്ടവും ആ സിനിമ കണ്ടിട്ടുള്ള ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അതിൽ അറിയാതെ ഇങ്ങനെ വീണ് പോകണവരൊന്ന് അന്ന് തിയേറ്റർ കുലുങ്ങെന്ന് പറയുമ്പോൾ ഇവർക്ക് ഉറപ്പാണ് ഇത് ഇങ്ങനെ സംഭവിക്കും, ഇത് കയറി കൊടുക്കുന്നുള്ള ഉറപ്പിലാണ് ഈ പറയുന്നത്. ഇവിടെയാണെങ്കിലും അതൊരു സർപ്രൈസ് ആണ്. അതിനേക്കാൾ വലിയ സർപ്രൈസ് ഉണ്ട് എന്ന് പറയേണ്ട ധൈര്യം ശരിക്കും ഇവര് മറച്ചു വെക്കുന്ന സാധനം. എന്തുകൊണ്ടാണ് ഈ ലാലേട്ടനും LGP മറച്ചു വെക്കുന്നത്? തീർച്ചയായിട്ടും ഹൈപ്പ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം പേടിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ തിയേറ്ററിൽ വന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യും. നമ്മൾ മുൻകൂട്ടി സാധനം പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെയാണല്ലോ. സർപ്രൈസ് ആണ്. സോ ഒരു ഇന്ന ആളുണ്ടെന്നോ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമാണെങ്കിൽ ആ ഒരു സർപ്രൈസ് തിയേറ്ററിൽ കാണുമ്പോഴാണല്ലോ അതിന്റെ ഫീൽ. നമ്മൾ പുതിയ കഥയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട. പക്ഷെ ഇത് ഇവർ പറയുന്ന സാധനങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഹൈപ്പ് അത് സാധാരണമായിട്ട് സംഭവിക്കും. അത് നമ്മൾ വീഡിയോ ചെയ്താലും വേറെ ആര് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ഒരാൾ ഇതിന്റെ അപ്ഡേറ്റ് കാണുമ്പോൾ സാധാരണമായിട്ട് ചിന്തിക്കും. അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മാതിരി സാധനം നമുക്ക് തരുന്നത്, അമ്മാതിരി ക്വാളിറ്റിയിലുള്ള ഗംഭീര സാധനങ്ങളാണ് തരുന്നത്. സോ ഇവിടെ ഇദ്ദേഹം പറയുമ്പോൾ ടിനു പാപ്പച്ചൻ പറയുമ്പോഴും എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എക്സ്പ്രഷനിലുണ്ട് എന്തിനാണ് പറഞ്ഞത് പറയല്ലേ എന്നുള്ള സംഭവം
അവിടെ ഞാൻ അറിഞ്ഞിട്ടില്ല വിശ്വസിച്ചു. എന്തായാലും അപ്പൊ അത്തരത്തിലുള്ള സാധനം ഉണ്ട്. പിന്നെ പല ആളുകളും പറയുന്നതിൽ കമൽഹാസൻ ഉണ്ടോ, രജനീകാന്ത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിൽ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, അവർക്കൊക്കെ വരാമായിരുന്നു എന്ന് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇവിടെ കമൽഹാസന് വരാമായിരുന്നു അല്ലെങ്കിൽ രജനീകാന്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അവരില്ല എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അത് രണ്ടർത്ഥത്തിലുണ്ട്. ലാലേട്ടന്റെ പറച്ചിൽ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് പറയുന്നതാണ്. ഒന്ന്, ഇവർ ഇതിൽ അഭിനയിച്ചിട്ടില്ല. രണ്ട്, കമൽഹാസനോ ഇവരൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, കാരണം സ്ക്രീനിൽ അവരാ കഥാപാത്രമായി മാറിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷെ ഇവരൊന്നും ഉണ്ടെന്നല്ല കേട്ടോ, ഇല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിട്ട് വേർഡ് വെച്ച് നോക്കുമ്പോൾ ഇവരൊന്നും ഇല്ല എന്ന് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. സോ അതൊന്നും ആരും പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ ഭയങ്കര വൈറ്റായിട്ടുള്ള ഗസ്സാണ്. അങ്ങനെയുള്ള വലിയ റൂമേഴ്സ് ആണ്. അത് കുറെ മുമ്പ് കേട്ടിരുന്നതാണ്, ഇന്റർവ്യൂവിൽ അത് ചോദിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് ആരും ഇന്നതുണ്ടോ എന്ന് വിചാരിച്ച് ആരും നിൽക്കണ്ട. ഞാൻ ജസ്റ്റ് ഇന്റർവ്യൂ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും ലാലേട്ടൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 2-3 ഇന്റർവ്യൂവിൽ ഏതോ ഒന്നിൽ വ്യക്തമായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരാൾ ചോദിച്ചിരുന്നു ഇവരുണ്ടോ എന്നുള്ളത്. സോ സർപ്രൈസുകൾ തീർച്ചയായിട്ടും ഈ സിനിമയിലുണ്ട്. പിന്നെ LJP സ്ഥിരം ചെയ്യുന്ന സിനിമയിൽ നിന്ന് മാറി മറ്റൊരു ഡെപ്ത് ഒരു പക്ഷേ സിനിമയ്ക്ക് വരാനുള്ള സാധ്യത, ഡെപ്ത് മാത്രമല്ല അതിന്റെ ട്രീറ്റ്മെന്റ് തന്നെ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും സിനിമയ്ക്കുണ്ട്. എനിവേ, ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്ന് തന്നെയാണ് മലൈക്കോട്ട വാലിബൻ. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ സിനിമയുടെ പ്രതീക്ഷകൾ ഒരുപാട് ഉയർന്നിട്ടുണ്ട്. എങ്കിലും പറയുന്നു ഇതൊരു LJP മൂവിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈപ്പ് വെക്കാതെ സിനിമ കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ ഇവര് തന്നെ, അതായത് ഇതിന്റെ ക്രൂവും ഇതിൽ അഭിനയിച്ച നടനും ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്. അത് കൂടുതലൊന്നും കയറ്റി വെക്കാൻ ശ്രമിച്ചിട്ടില്ല, അത് മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ അവർ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു സംഭവം നമ്മൾ കാണേണ്ടതില്ല എന്നുകൂടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ തിയേറ്ററിൽ പോയി നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആയിരിക്കും. സർപ്രൈസുകൾ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇല്ലെങ്കിൽ പ്രതീക്ഷ വാനോളം തന്നത് കുറച്ചുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും ലഭിക്കുക. എനിവേ, എത്ര പേർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഞാൻ ചോദിക്കുന്നില്ല. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക. എന്നാലും നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ ഒരു മലൈക്കോട്ട വാലിബൻ വണക്കം.